Welcome to Classical Mechanics class, Classical Physics. And this is a topic from Classical Physics, and it is a principle of least action principle, and this is also known as Hamilton's principle. And here, without mentioning the equation of Hamilton's principle, we say what is least action principle. Least action principle, this is a very important principle in classical mechanics. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. ഇത് BSc MSc ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്നതാണ്. ഹാമിൽട്ടോണിയൻ ലഗ്രാഞ്ചിയൻ മാത്തമാറ്റിക്സ് ആ ഭാഗത്ത് വരുന്നതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ? നിങ്ങളവിടെ ആ ഫിഗർ ഒന്ന് നോക്കുക. അവിടെ ഒരു കുറച്ച് പാത്തുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പാർട്ടിക്കിൾ ഒരു സിസ്റ്റം സഞ്ചരിക്കുകയാണെങ്കിൽ പോകുന്ന മിനിമം പാത്ത് ആ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആയിരിക്കും. അപ്പം ടൈമും ഡിസ്റ്റൻസും നമ്മളിങ്ങനെ കാണിച്ചിരിക്കുകയാണ്. ഒരു ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിക്കിൾ സിസ്റ്റം സ്വീകരിക്കുന്ന വഴി, അതിൻ്റെ ആ പാത്ത് ഷോർട്ടസ്റ്റ് ആയിരിക്കും. മറ്റ് ചില പാത്തുകൾ നമ്മൾ പുറത്തും വളച്ചൊക്കെ വരച്ചിട്ടുണ്ട്. അതിലൂടെ പോകില്ല, സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ പാർട്ടിക്കിൾ പോകും എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. എന്താണ് നോക്കുക. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ സിസ്റ്റംസ് ആക്ച്വൽ പാത്ത്, സിസ്റ്റം ഒരു പാർട്ടിക്കിളായിട്ട് തൽക്കാലം വിചാരിച്ചാലും മതി. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ സിസ്റ്റംസ് ആക്ച്വൽ പാത്ത് ബിറ്റ്വീൻ 2 points in space and time is the one that minimizes a quantity called action. Minimizes അതിന് പകരം make stationary എന്ന് പറയാം. The principle of least action states that a system's actual path between 2 points in space and time is one that minimizes or makes stationary a quantity called the action. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സിസ്റ്റം പോകുമ്പോൾ അത് എപ്പോഴും സ്വീകരിക്കുന്നത് മിനിമം ആക്ഷൻ വരുന്ന ഒരു പാത്തായിരിക്കും. ആ ചിത്രത്തിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, ഞാനത് വലുതാക്കി കാണിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി ആ പാത്ത്. ഇപ്പോൾ ഇത്രയും വേണമെങ്കിൽ എല്ലാവരും ചെയ്യാം നമുക്ക്. അപ്പോൾ ആ മിനിമം പാത്ത് സ്വീകരിക്കുന്നവർ, അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് സ്വീകരിക്കും. പക്ഷേ പാത്ത് ദാറ്റ് ആർ നോട്ട് അലൗഡ് അത് കാണിച്ചിട്ടുണ്ട്, അലൗഡ് പാത്തും കാണിച്ചിട്ടുണ്ട്. അതിനെ മിനിമം പാത്ത് എന്ന് പറയും. ഈ പ്രിൻസിപ്പിളെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ. യു ലുക്ക് ഹിയർ, ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ഓൺ ദി y axis and time is taken on the x axis. This is the graph representing the principle of least action. അപ്പോൾ എന്താണ് ആക്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ആക്ഷൻ? ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ദർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടേം കോൾഡ് ആക്ഷൻ. വാട്ട് ഈസ് ആക്ഷൻ? നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സാണ്. ഇവിടെ ഫോഴ്സിൽ ഇത് ഡിഫറൻ്റ് ആണ്. ആക്ഷൻ എന്ന് ഓർക്കുക. അപ്പോൾ വാട്ട് ഈസ് ആക്ഷൻ? ദറ്റ് ഈസ് ദ നെക്സ്റ്റ് ഡിസ്കഷൻ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ കോൾഡ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ. ഇതിനെ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ നമ്മൾ പ്രത്യേകം ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് സ്റ്റേറ്റ് ചെയ്യുന്നില്ല. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഈസ് ഫണ്ടമെൻ്റൽ ഇൻ ഫിസിക്സിലെ ഒരു അടിസ്ഥാന ആശയമാണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഓർ പ്രിൻസിപ്പിൾ ലീസ്റ്റ് ആക്ഷൻ, ഓഫറിങ് ആൻ ഓൾട്ടർനേറ്റീവ് വേ ടു ഡിറൈവ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ വേരിയസ് സിസ്റ്റംസ് ആൻഡ് റിവീലിംഗ് ഡീപ്പ് കണക്ഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് ദ പാത്ത് എ സിസ്റ്റം ടേക്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എനർജി, അത് സഞ്ചരിക്കുമ്പോൾ സ്വീകരിക്കുന്ന പാത്ത്, ഇവയെല്ലാം തീരുമാനിക്കുന്ന ഫിസിക്സിലെ ഒരു പ്രധാന ആശയമാണ് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ. സോ വി ഹാവ് ടു നോ വാട്ട് ഈസ് ദി ആക്ഷൻ. വാട്ട് ഈസ് ആക്ഷൻ? ആക്ഷൻ ഫസ്റ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആക്ഷൻ ഈസ് ആക്ച്വലി, ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ് ഹിയർ. Action in this context is a mathematical quantity that depends on the system's Lagrangian and the path it takes. Action in this context is a mathematical quantity that depends on the system's Lagrangian
which is the difference between kinetic energy and potential energy. You know, Lagrangian is the difference between kinetic energy and potential energy. And the path it takes, പാത്തിൻ്റെയും ലഗ്രാഞ്ചിൻ്റെയും പാത്തിനെയും അത് പോകുന്ന സിസ്റ്റം പോകുന്ന പാത്തിനെയും ലഗ്രാഞ്ചിനെയും ദാറ്റ് ഈസ് ടി മൈനസ് വി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആക്ഷൻ ഇവിടെ. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ഇൻ്റഗ്രൽ ഓഫ് ദി ലഗ്രാഞ്ചൻ ഓവർ ടൈം. അത് ഇൻ്റഗ്രൽ എൽ ഡി ടി എന്ന് പറയും. ഇൻ്റഗ്രൽ എൽ ഡി ടി ആണ്, T1 to T2 എൽ ഡി ടി എന്ന് പറയും എല്ലാ ലഗ്രാഞ്ച്. ആൻഡ് വാട്ട് ആർ ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസസ്? ഇതിൻ്റെ ഈ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇതിൻ്റെ ആശയം എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? അപ്പോൾ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ആർ ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസസ് ഓഫ് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ? നമ്പർ 1, ഡിറൈവിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്, FES-MA, അതുപോലെ VSU + 8 SSUT + FH² അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ കണ്ടുപിടിക്കാൻ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ ഹെൽപ്ഫുള്ളാണ്. Number 1, deriving equations of motion. The principle of least action provides a powerful method for deriving the equations of motion in physical systems. അപ്പോൾ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾസിലേക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് വിത്ത് ന്യൂട്ടൺസ് ലോസ് ഇവിടെ ആവശ്യമില്ല. യു ക്യാൻ യൂസ് ദ പ്രിൻസിപ്പിൾ ടു ഫൈൻഡ് ദ പാത്ത് ദാറ്റ് satisfies the condition of stationary action, which then gives you the equations of motion. ഇത് യൂണിഫൈങ് പ്രിൻസിപ്പിളാണ്. ഒത്തിരി ഫിസിക്കൽ പ്രോപ്പർട്ടിയെ കണക്ട് ചെയ്യുന്ന ഒരു യൂണിഫൈങ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. ദ പ്രിൻസിപ്പിൾ ഈസ് റിമാർക്കബിളി വെഴ്സറ്റൈൽ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വേരിയസ് സിസ്റ്റംസ്. ഒരു വെഴ്സറ്റൈൽ പ്രിൻസിപ്പിളാണ്, അനേകം ആസ്പെക്റ്റുകളുള്ള വളരെ കൂടുതൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന. ദ പ്രിൻസിപ്പിൾ ഈസ് എ റിമാർക്കബിൾ വെഴ്സറ്റൈൽ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വേരിയസ് സിസ്റ്റംസ് ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ് ടു ഇലക്ട്രോമാഗ്നറ്റിസം. ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രോബ്ലംസ് തൊട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻസ് വരെ കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് ഈവൻ ടു മോർ അഡ്വാൻസ്ഡ് തിയറീസ് ലൈക്ക് ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ഫിസിക്സിലെ കുറച്ച് അഡ്വാൻസ്ഡ് പാർട്ടാണ് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി അല്ല, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. അവിടെയൊക്കെ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദീസ് യൂണിഫൈങ് നേച്ചർ സജസ്റ്റ് എ ഡീപ്പ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഗവേണിങ് ഹൗ ഫിസിക്കൽ സിസ്റ്റംസ് ബിഹേവ്. എങ്ങനെയാണ് ഈ ഭൗതിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുക, വസ്തുക്കൾ ചലിക്കുക, റെസ്റ്റ് ചെയ്യുക, അതൊക്കെ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ക്വാണ്ടം മെക്കാനിക്സിലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും ഒക്കെ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാറുണ്ട്. എഫിഷ്യൻസി ഇൻ നേച്ചർ, പ്രകൃതിയിലെ എഫിഷ്യൻസി. ദ പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് നേച്ചർ ടെൻഡ്സ് ടു ടേക്ക് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പാത്ത്. പ്രകൃതിയിൽ എല്ലാം എഫിഷ്യൻറ്റ് പാത്താണ്, മിനിമം പാത്തുകളാണ് സ്വീകരിക്കുന്നത് എല്ലാ വസ്തുക്കളും ചലിക്കാനായിട്ട്. മിനിമൈസിങ് ദി ആക്ഷൻ മിനിമൈസ് ചെയ്തിട്ടാണ് എല്ലാ ചലനവും എല്ലാ സംവിധാനവും പ്രകൃതിയിൽ ഉള്ളത്. ഇപ്പോൾ ഒരു വാട്ടർഫാളിൽ വെള്ളം താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മിനിമം പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് പോവുകയാണ്. ഗ്രാവിറ്റി മൂലമുള്ള മിനിമം പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് പോകുന്നതാണ് വെള്ളം താഴോട്ട് വീഴുന്നത്. അപ്പോൾ ഗ്രാവിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ വളരെ ഹെൽപ്ഫുള്ളാണ്. This idea resonates with the concept of optimality and efficiency in physical phenomena. Many physical phenomena, അനേകം ഫിസിക്കൽ ഫിനോമിന നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ യൂസ്ഫുള്ളാണ്. ബിയോണ്ട് എ ലിസ്റ്റ്, ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറം ചെറുതായിട്ടൊരു വേരിയേഷനും വരാമെന്നാണ് പറയുന്നത്. ബിയോണ്ട് ലിസ്റ്റിനും അപ്പുറം, ഏറ്റവും കുറവിന് അപ്പുറം ഒരു കുറച്ച് കൂടുതലുള്ളൊരു കേസുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വൈൽ ഓഫൺ റെഫർഡ് ടു ആസ് ദ ലീസ്റ്റ് ആക്ഷൻ, ഏറ്റവും കുറഞ്ഞ ആക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? വൈൽ ഓഫൺ റെഫർഡ് ടു ആസ് ദ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ടു സേ ദാറ്റ് ദ ആക്ഷൻ ഈസ് മെയ്ഡ് സ്റ്റേഷനറി. അപ്പോൾ ആക്ഷൻ സ്റ്റേഷനറിയാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. This means that small variations in the path around the actual path do not change
ആക്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ. അതായത് നമ്മളെ മിനിമം പാത്ത് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് സ്വീകരിക്കാറുള്ളത്, വളഞ്ഞു പോകാറില്ല. ഇനി ചെറിയ ഒരു വളവ് ഉണ്ടെങ്കിൽ പോലും അത് ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, കണക്ഷൻ ടു ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. അതായത് ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിളിന് ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയൻ മെക്കാനിക്സുമായിട്ട് വളരെ ബന്ധമുണ്ട്. ലഗ്രാഞ്ചിയൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ടി മൈനസ് വി. ഹാമിൽട്ടോണിയൻ എച്ച് ടി പ്ലസ് വി, അത് നമ്മൾ പഠിക്കുന്നതാണ്. കണക്ഷൻ ടു ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. ദ പ്രിൻസിപ്പൾ ലീസ്റ്റ് ആക്ഷൻ ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിൻ്റെയും ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിൻ്റെയും അടിസ്ഥാനമാണ് ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ. These offer powerful frameworks for analyzing complete physical systems. എല്ലാ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെയും നേച്ചർ അനലൈസ് ചെയ്യാൻ, കോംപ്ലക്സ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും അവിടെ നേച്ചർ അനലൈസ് ചെയ്യാൻ ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ യൂസ്ഫുള്ളാണ്. ഇൻ എസൻസ്, ഇപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, അതിൻ്റെ എസൻസ് പറഞ്ഞാൽ, in essence, the principal list action provides a fundamental and elegant way to understand how systems evolve. എങ്ങനെയാണ് സിസ്റ്റംസ് അവയുടെ വികാസ പരിണാമങ്ങൾ സംഭവിക്കുക, അത് ഈ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇറ്റ് ഹൈലൈറ്റ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ എനർജി പാത്ത് ആൻഡ് ദി വെരി ഫാബ്രിക് ഓഫ് ഫിസിക്കൽ ലോസ്. ഒരു വസ്തു എനർജിയും അത് പോകുന്ന പാത്തും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതൊരു ചെറിയ ക്ലാസ്സാണ്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതിയാൽ മതി. അതിൻ്റെ ആ പടം വരച്ചിരിക്കണം, ഗ്രാഫ് വരച്ചിരിക്കണം. എന്നിട്ട് ആ നടുക്ക് കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് പോസിബിൾ, മാറി വരുന്ന പാത്തുകൾ അത്ര പോസിബിൾ അല്ല എന്നും പറയണം. നമ്പർ 2, വാട്ട് ഈസ് ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അവിടെ പ്രിൻസിപ്പിൾ എന്നാണ് കേട്ടോ, പ്രിൻസിപ്പിൾ സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ പെശു പറ്റിയിട്ടുണ്ട്, പ്രിൻസിപ്പിൾ ആക്കണം, പ്രിൻസിപ്പിൾ ലീസ്റ്റ് ആക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, what is the meaning of action in least action principle? ഈ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു റിമെമ്പർ, ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ ഫോഴ്സ്, ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഓഫ് ലഗ്രാഞ്ചൻ മൾട്ടിപ്ലൈഡ് ബൈ ടൈം. LDT ഇൻ്റഗ്രലാണ്, ക്യാപിറ്റൽ L ഇൻറ്റു DT ഇൻ്റഗ്രലാണ്. അതാണ് ഇവിടെയുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. That is all with this list action principle class. When we study Hamiltonian principle, which is also list action, we mathematically represent, we study more about this principle. That is all. Thank you very much.